ഹായ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് PCOC 130 കമ്പനി ലോൻ്റെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് ആണ്. ഇതിനകത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസിൻ്റെ ഡിഫറൻസും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം 2013 ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം നമ്മൾക്ക് ഏത് കമ്പനി വേണമെങ്കിലും ചൂസ് ചെയ്യാം. പ്രൈവറ്റ് കമ്പനിയാണോ, ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നെങ്കിൽ അത് പ്രൈവറ്റ് ആയിട്ടോ പബ്ലിക് കമ്പനി ആയിട്ടോ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം അതിൻ്റെ അണ്ടറിൽ പ്രൈവറ്റിനായാലും പബ്ലിക് കമ്പനിക്കായാലും അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ്, അതിൻ്റെതായ നിയമാവലികൾ, അതെങ്ങനെ നടത്തിക്കൊണ്ടുപോകണം, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചൂസ് ചെയ്യാം അയാളുടെ ബിസിനസ്സിന് അനുയോജ്യമായ ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യാൻ. അത് പ്രൈവറ്റും പബ്ലിക്കും കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം അയാളെ ഹെൽപ്പ് ചെയ്യും. ഏത് ബിസിനസ്സാണ് ഏത് കമ്പനിയാണ് അയാൾക്ക് ആപ്റ്റ് ആവുക അയാളുടെ ബിസിനസ്സിന് എന്നുള്ളത് അയാൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി ഇത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത് നമുക്കതിൻ്റെ ഡിഫറൻസ് നോക്കാം. പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം മെമ്പേഴ്സ് 2 ആയിരിക്കണം. പബ്ലിക് കമ്പനിയിൽ മിനിമം 7 മെമ്പേഴ്സ് അത്യാവശ്യമാണ്. മാക്സിമം നമ്പേഴ്സ് പ്രൈവറ്റിൽ 200 ആണ്. എന്നാൽ പബ്ലിക് കമ്പനി ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, എത്രത്തോളം വേണമെങ്കിലും മെമ്പേഴ്സ് ഉണ്ടാവാം. ഷെയർ ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് അവരുടെ ആർട്ടിക്കിൾ അസോസിയേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ആർട്ടിക്കിൾ അസോസിയേഷനിൽ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. പബ്ലിക് കമ്പനിയിൽ എന്ന് പറയുന്നത് അവിടെയുള്ള മെമ്പേഴ്സിന് അവരുടെ ഷെയർസ് ഫ്രീ ആയിട്ട് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇഷ്യൂവൻസ് ഓഫ് പ്രോസ്പെക്ട്സ് പ്രൈവറ്റ് കമ്പനിക്ക് അതിൻ്റെ ഇവിടെ പ്രൈവറ്റ് കമ്പനിയിൽ പ്രോസ്പെക്റ്റേഴ്സ് പബ്ലിക്കിന് നൽകാനോ അല്ലെങ്കിൽ പബ്ലിക്കിന് അവരുടെ സെക്യൂരിറ്റീസ് വാങ്ങുവാനും ക്ഷണിക്കാനോ പ്രൈവറ്റ് കമ്പനിക്ക് സാധിക്കില്ല. എന്നതിനാൽ പബ്ലിക് കമ്പനിക്ക് അവർക്ക് അവരുടെ ഷെയർസ് വാങ്ങുവാൻ വേണ്ടി പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാം. അവരെ പ്രോസ്പെക്റ്റേഴ്സ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാം. അവരുടെ പ്രോസ്പെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ്. അടുത്ത് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. പ്രൈവറ്റ് കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. പബ്ലിക് കമ്പനിയിൽ 3 ഡയറക്ടേഴ്സ് ഉണ്ടാകണം. റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവിടെ ഡയറക്ടേഴ്സ് ആർ നോട്ട് റിക്വയർഡ് ടു റിട്ടയർ ബൈ റൊട്ടേഷൻ. കാലക്രമേണ ഡയറക്ടേഴ്സ് അവരുടെ കാലാവധി കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് റിട്ടയർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പ്രൈവറ്റ് കമ്പനിയിൽ. എന്നാൽ പബ്ലിക് കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് 2 to 3 ഡയറക്ടേഴ്സ് മസ്റ്റ് റിട്ടയർ ബൈ റൊട്ടേഷൻ. 2-3 ഡയറക്ടേഴ്സ് എന്തിനാലും അവരുടെ കാലം ആയിക്കഴിഞ്ഞാൽ ആ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ അവർ റിട്ടയർ ചെയ്തിരിക്കണം. അടുത്തത് ക്വാറം ഫോർ ജനറൽ മീറ്റിംഗ് നടത്താൻ വേണ്ടിയുള്ളതാണ്. പ്രൈവറ്റിൽ മിനിമം 2 മെമ്പേഴ്സ് പ്രസൻറ്റ് ഫോർ മീറ്റിംഗ്സ് അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് ഇൻ ദ ആർട്ടിക്കിൾസ്. ക്വാറം ജനറൽ മീറ്റിംഗ് നടത്താൻ വേണ്ടി അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ് എങ്കിൽ അവിടെ പ്രസൻ്റ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ അവരുടെ ആർട്ടിക്കിളിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കണം. പബ്ലിക് കമ്പനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ 1000 to 5000 വരെയാണെന്നുണ്ടെങ്കിൽ 50 മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. അടുത്തത് 5000 മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 30 മെമ്പേഴ്സ് എങ്കിലും ഒരു ജനറൽ മീറ്റിംഗ് നടത്തുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരിക്കണം. അടുത്തത് മാനേജീരിയൽ റെമ്യൂണറേഷൻ. മാനേജർ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു ലിമിറ്റുമില്ല. മാനേജേഴ്സിൻ്റെ സാലറിയോ അല്ലെങ്കിൽ അവർക്കെല്ലാം പൈസ കൊടുക്കുന്നതിന്, അവർക്ക് വരുമാനം പണം കൊടുക്കുന്നതിന് പ്രത്യേകിച്ചൊരു ലിമിറ്റ്സും ഇല്ല. അവിടെ പ്രത്യേകിച്ചൊരു തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ പബ്ലിക് കമ്പനിയിൽ ടോട്ടൽ മാനേജർ റെമ്യൂണറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 11% മുകളിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% മുകളിൽ കൂടാനും പാടില്ല. അതുപോലെ ഇൻഡിവിജ്വൽ മാനേജിങ്ങൽ ഹോൾ ടൈം ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ആകുമ്പം കനോട്ട് എക്സീഡ് 5% മുകളിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% മുകളിൽ വരാൻ പാടില്ല. അതുപോലെ വിത്തൗട്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ ഇല്ലാതെ ഇത് നൽകാനും പാടില്ല. അടുത്തത് ആക്സെപ്റ്റൻസ് ഓഫ് പബ്ലിക് ഡെപ്പോസിറ്റ്.
പ്രൈവറ്റ് കമ്പനിക്ക് ഡെപ്പോസിറ്റ് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല പബ്ലിക്കിൽ നിന്ന്. പബ്ലിക് കമ്പനിക്ക് ഡെപ്പോസിറ്റ് പബ്ലിക്കിൽ നിന്ന് വാങ്ങാം. അപ്പം ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള കീ ഡിഫറൻസസ്. അടുത്തത് പ്രിവിലേജസ് ആൻഡ് എക്സംഷൻസ് അവൈലബിൾ ടു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്. ഇവിടെ പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ചില പ്രിവിലേജസും എക്സംഷൻസും അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം അവരുടെ ലിമിറ്റഡ് മെമ്പർഷിപ്പ്സ് കാരണമോ അവർ പബ്ലിക്കിൽ നിന്ന് ഷെയർ അവർ ട്രാൻസ്ഫർ ചെയ്യാത്തത് കാരണം അവരവരുടേതായൊരു പൊതു സ്വഭാവം കൊണ്ട് പ്രൈവറ്റ് കമ്പനീൻ്റെ അതിൻ്റെതായ ഒരു സ്വഭാവം കൊണ്ട് തന്നെ അത് പബ്ലിക്കിലേക്ക് അധികം ഇറങ്ങി വരുന്നില്ല. അവർക്കൊരു സ്വകാര്യതയുണ്ട്, അവർ സീക്രസി. അപ്പം ആ ഒരു കാരണം കൊണ്ട് അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, ഒരുപാട് പ്രിവിലേജസും അതുപോലെ ഒരുപാട് എക്സംഷൻസും അവരനുഭവിക്കുന്നുണ്ട്. കാരണം അത് അതിൻ്റെതായ രീതിയിൽ അത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന 2013 ഈ കമ്പനി ആക്ട് പ്രകാരം ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത് ആ പറഞ്ഞിരിക്കുന്ന ഫ്രെയിം വർക്കിൽ ആ ഒരു ചട്ടക്കൂടിൽ കമ്പനി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രിവിലേജസ് പ്രൈവറ്റ് കമ്പനിക്ക് കിട്ടുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള പ്രിവിലേജസ് അവർ ഫോളോ ചെയ്യുന്നില്ല, അവരത് നടത്തുന്നതിൽ വീഴ്ച വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 2013 കമ്പനി ആക്ട് പ്രകാരമുള്ള രീതിയിൽ പ്രൈവറ്റ് കമ്പനി ആ നിയമങ്ങളൊന്നും അനുസരിച്ച് ആ ഒരു റെസ്ട്രിക്ഷൻസും ആ ഒരു ഫ്രെയിം വർക്കിലൂടെ അല്ല ഇത് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രിവിലേജസും അതുപോലെ എക്സംഷൻസും ലഭിക്കുന്നതല്ല. അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുൻപിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ റിപ്പീറ്റേഷൻ വരികയാണ്. മിനിമം നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ് അവിടെ അറ്റ്ലീസ്റ്റ് 2 ആയിരിക്കണം, പബ്ലിക്കിൽ 7 ആയിരിക്കണം. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് പ്രൈവറ്റിൽ 2 ആയിരിക്കും, പബ്ലിക്കിൽ 3 ആയിരിക്കും. അതുപോലെ ജനറൽ മീറ്റിങ്ങിന് മിനിമം ക്വാറം ഈസ് 2 മെമ്പേഴ്സ് പേഴ്സണൽ പ്രസൻ്റ് ആയിരിക്കണം, പബ്ലിക്കിൽ നേരത്തെ പറഞ്ഞ പോലെ 5 ആയിരിക്കണം. 1000 പേരുണ്ടെങ്കിൽ അപ് ടു 1000 5 മെമ്പേഴ്സ് അവിടെ പ്രസൻ്റ് ആയിരിക്കണം. 15 for 1000 to 5000, അതുപോലെ 30 for over 5000 മെമ്പേഴ്സ്. ഇവിടെ ക്വാറം ഫോർ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുയോഗം നടത്തിക്കൊണ്ട് അവർ നിയമപരമായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണ് ക്വാറം ഫോർ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം ക്വാറം എന്ന് പറയുന്നത് 2 പേരുണ്ടായിരിക്കും. പബ്ലിക് കമ്പനി ഞാൻ പറഞ്ഞ പോലെ തന്നെ തൗസൻഡ്സ് ആണെങ്കിൽ 5 മെമ്പേഴ്സ് അവിടെ പ്രസൻ്റ് ആയിരിക്കണം. ക്വാറം ഫോർ ജനറൽ മീറ്റിംഗ് അവരെ യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അടുത്തത് മാനേജർ റെമ്യൂണറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സെപ്റ്റ് ഫോർ ലിമിറ്റ് 11% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓൺ മാനേജർ റെമ്യൂണറേഷൻ. ഇവിടെ പറഞ്ഞത് പ്രൈവറ്റ് കമ്പനിക്ക് 11% വരെ നെറ്റ് പ്രോഫിറ്റിന് മുകളിൽ 11% വരെ റെമ്യൂണറേഷൻ നൽകാം. പബ്ലിക് കമ്പനിയിൽ അത് 11% ഓഫ് നെറ്റ് പ്രോഫിറ്റ് നൽകാം. പക്ഷേ ചില അഡീഷണൽ റെസ്ട്രിക്ഷൻസ് അവിടെയുണ്ട്. അടുത്തത് റൊട്ടേഷണൽ റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു റൊട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് റിട്ടയർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും പ്രൈവറ്റ് കമ്പനി ഇല്ല. പക്ഷെ പബ്ലിക് കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് 2/3 ഡയറക്ടർ മസ്റ്റ് റിട്ടയർ ബൈ റൊട്ടേഷൻ. അടുത്ത ഫയലിംഗ് കാഷ്വൽ വേക്കൻസീസ്. ഇവിടെ വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിയിൽ ഡയറക്ടേഴ്സിന് തന്നെ അവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. അവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എന്നാൽ പബ്ലിക് കമ്പനിക്ക് അങ്ങനെയല്ല. അവർക്ക് അവിടെ വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ അതിൽ ആളെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടേതായ ചില റെഗുലേഷൻസ് ഉണ്ട്, സ്പെസിഫിക് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ അവരുടേതായ നിയമാവലികളുണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും നടക്കുക. അടുത്ത സ്പെഷ്യൽ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഫോർ ഡയറക്ടേഴ്സ്. ഇവിടെ പറയുന്നത് എന്തെങ്കിലും ഫ്രോഡ് കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഡയറക്ടേഴ്സ് കമ്പനി ഡയറക്ടേഴ്സ് എന്തെങ്കിലും ഫ്രോഡൊക്കെ കാണിച്ച് അവർ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിനെ കുറിച്ചാണ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെക്ഷൻ 164 അണ്ടറിൽ അവർക്ക് അവർ തന്നെ സ്റ്റാൻഡേർഡ്, അവർക്ക് തന്നെ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. അവർക്ക് തന്നെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് ഡയറക്ടേഴ്സിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാം. എന്നാൽ പബ്ലിക് കമ്പനിക്ക് അവരവരുടേതായ ഒരു കൃത്യമായൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യാനുള്ളത്. അവരെ
നിയമാവലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒരു സ്ട്രക്ചേർഡാണ്. അപ്പം അതിലൊന്നും അവർക്ക് മാറ്റം വരുത്താനൊന്നും സാധിക്കില്ല. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ഡിസ്ക്വാളിഫിക്കേഷൻ നടക്കുക. അടുത്ത റെസ്ട്രിക്ഷൻ ഓൺ നമ്പർ ഓഫ് ഡയറക്ടർഷിപ്പ് എന്ന് പറയുന്നത്, പ്രൈവറ്റ് കമ്പനിയിൽ ഡയറക്ടേഴ്സ് ക്യാൻ ഹോൾഡ് അപ് ടു 20 ഡയറക്ടർഷിപ്പ് ഇൻ പ്രൈവറ്റ് കമ്പനീസ്. പബ്ലിക് കമ്പനിയിൽ ഡയറക്ടേഴ്സ് ക്യാൻ ഹോൾഡ് ഡയറക്ടർഷിപ്പ് ഇൻ എ മാക്സിമം 10 പബ്ലിക് കമ്പനീസ്. അടുത്ത ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. പ്രൈവറ്റ് കമ്പനി നോട്ട് റിക്വയർഡ് ടു അപ്പോയിൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. പബ്ലിക് കമ്പനിയിൽ മസ്റ്റ് അപ്പോയിൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആസ് പെർ റെഗുലേഷൻസ്. ഓഡിറ്റ് കമ്മിറ്റി നോട്ട് റിക്വയർഡ് ടു കൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റിയുടെ ആവശ്യമൊന്നും പ്രൈവറ്റ് കമ്പനിയിലില്ല. പബ്ലിക് കമ്പനിയിൽ ഒരു ഓഡിറ്റ് കമ്മിറ്റി നിർബന്ധമായിട്ടും വേണം. കൈൻഡ്സ് ഓഫ് ഷെയർസ് പ്രൈവറ്റ് കമ്പനിയിൽ എന്ന് പറയുന്നത്, ഇവിടെ മേ ഇഷ്യൂ ഷെയർ അതർ ദാൻ ഇക്വിറ്റി ഷെയർ, അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതർ ദാൻ ഇക്വിറ്റിയോ പ്രിഫറൻസ് ഷെയറോ അല്ലാത്ത ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അവരെ മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾ അസോസിയേഷനിൽ അത് അലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കമ്പനിയുടെ നിയമാവലിയാണ്. അതിലെന്തൊക്കെ അവർ ഫുൾ ഡീറ്റെയിൽസ് ആണ്, എങ്ങനെയാണ് ആ കമ്പനി എന്നുള്ളതിൽ മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾസ് അസോസിയേഷനിൽ അത് അലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം. പബ്ലിക് കമ്പനിയിൽ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഒക്കെ നൽകുന്നുണ്ട്. ലിമിറ്റേഷൻസ് ഉണ്ട് അത് നൽകുന്നതിൽ. ലിമിറ്റഡ് ടു ഇഷ്യൂ ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. റൈറ്റ്സ് ഇഷ്യൂ ഇവിടെ പറയുന്നത് 50 ഡേയ്സിന് മിനിമം പീരീഡ് ഓഫ് 50 ഡേയ്സ് ആണ്. ഇവിടെ ക്യാൻ ക്ലോസ് എ റൈറ്റ്സ് ഇഷ്യൂ ഓഫർ മിനിമം 50 ഡേയ്സ് ആണ് നൽകുന്നത്. അടുത്ത പബ്ലിക് കമ്പനിയിൽ മസ്റ്റ് കീപ് റൈറ്റ്സ് ഇഷ്യൂ ഓപ്പൺ ഫോർ അറ്റ്ലീസ്റ്റ് 50 ഡേയ്സ്. റൈറ്റ്സ് ഇഷ്യൂ അറ്റ്ലീസ്റ്റ് 50 ഡേയ്സ് ഓപ്പൺ ആയിരിക്കണം. ഇവിടെ പ്രൈവറ്റ് കമ്പനിയിൽ 50 ഡേയ്സിന് മുമ്പ് തന്നെ അത് ക്ലോസ് ചെയ്യും. മിനിമം 50 ഡേയ്സിന് മുമ്പ് തന്നെ അത് ക്ലോസ് ചെയ്യും. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ് ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. അപ്പം ഇത്രയൊക്കെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. ലോൺ ഫോർ പർച്ചേസ് ഓഫ് ഓൺ സെക്യൂരിറ്റീസ് പ്രൈവറ്റ് കമ്പനിയിൽ ഇവിടെ പറയുന്നത്, ഇവിടെ പ്രൈവറ്റ് കമ്പനിക്ക് അവർക്ക് ലോണ് ഇഷ്യൂ ചെയ്യാൻ അവരെ സ്വന്തം ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിന് ലോണ് പ്രൊവൈഡ് ചെയ്യാം ചില സ്പെസിഫിക് കണ്ടീഷൻ്റെ അണ്ടറിൽ. അതുപോലെ എക്സംഷൻസ് ഫയലിംഗ്, ബോർഡ് റെസൊല്യൂഷൻ ജസ്റ്റ് വായിച്ചു പോയാൽ മതിയാവും. അടുത്തത് കൺവേർഷൻ ഓഫ് പ്രൈവറ്റ് കമ്പനി ഇൻ ടു പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. പിന്നെ അതിൻ്റെ മെമ്മോറണ്ടം ഓഫ് ആർട്ടിക്കിളിലുള്ള റെസ്ട്രിക്ഷൻസൊക്കെ നീക്കം ചെയ്യണം. മിനിമം മെമ്പർഷിപ്പ്, അതുപോലെ ഷെയർ ട്രാൻസ്ഫറബിലിറ്റി ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ് പ്രൈവറ്റ് കമ്പനി. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്തിട്ട് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ചേഞ്ചിങ് കമ്പനി നെയിം പ്രൈവറ്റിൽ നിന്ന് മാറ്റി പബ്ലിക് ആക്കണം ഇഫ് അപ്ലിക്കബിൾ ആണെങ്കിൽ. അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ഫയലിംഗ് ഇത് രജിസ്ട്രാർ വെച്ചിട്ട് ഫയൽ ചെയ്തതിന് വിത്തിൻ 50 ഡേയ്സ് 15 ദിവസത്തിനുള്ളിൽ അത് രജിസ്ട്രാർ വെച്ചിട്ട് അതിന് എന്ത് ചെയ്യണം, ഓൾട്ടർ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ മാറ്റം വരുത്തിയിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ഈ റെസ്ട്രിക്ഷൻസൊക്കെ മാറ്റിയിട്ടുള്ള ഈ ആർട്ടിക്കിൾ വിത്തിൻ 50 ഡേയ്സ് ഗവൺമെൻറ് അപ്രൂവലോട് കൂടി 50 ഡേയ്സിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻക്രീസ് ഇൻ മെമ്പർഷിപ്പ് ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ ഡ്രോപ്പിംഗ് ദ വേർഡ് പ്രൈവറ്റ് എന്നുള്ളത് മാറ്റണം. കമ്പനി നെയിം പ്രൈവറ്റ് എന്നുള്ളത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ കമ്പനി ഇത് ഡിലേ ചെയ്യുകയോ അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് വരുത്തുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ലീഗലായിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ചേഞ്ച് ചെയ്യാനുള്ള ആ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്യില്ല. അപ്പം അത്രയൊക്കെയാണ്, ഒരു കുട്ടി ചാപ്റ്ററാണ്. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്.